ഹായ് പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമല്ലായിരുന്നു എങ്കിലും നമ്മുടെ നിരഞ്ജന പറഞ്ഞത് പ്രകാരം നമ്മളൊരു പൊതിച്ചോറ് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മളെന്ന് പറയുന്നത് ഞാനും വാവയാട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നുമില്ലായിരുന്നു. നാരങ്ങാച്ചാർ ഇട്ടു. ഈ ക്യാമറ സ്റ്റാൻഡിൽ വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു കൈ കൊണ്ട് കേട്ടോ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ പൊതിഞ്ഞത്. നമ്മുടെ നിരഞ്ജന പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയത് കേട്ടോ. വട്ടയിലയുടെ തുമ്പ് നെല്ലിക്കളഞ്ഞതുകൊണ്ട് അത് കുഞ്ഞിലെയുള്ളൊരു ശീലം കേട്ടോ. അത് പയറുതോരനായിരുന്നു ഒരെണ്ണം എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് പറഞ്ഞതായതുകൊണ്ട് വൻപയറെടുത്ത് തോരൻ വെച്ചു. പിന്നെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അതെടുത്ത് അച്ചാറിട്ടു. പിന്നെ ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഒരു സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് കൈ പിടിച്ച് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അതുപോലെ തന്നെ ചമ്മന്തി നമ്മുടെ അമ്മമാർക്കും അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് കൊടുക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ കൈ ഒന്നുകൂടി കഴുകി കേട്ടോ. എന്താ പറയണ്ടേ, ആ ഒരു സ്നേഹത്തോടും അല്ല നമ്മുടെ ഒരു വൃത്തിയോടും കൂടിയൊക്കെ വേണ്ടേ കൊടുക്കാൻ. നമ്മളൊരു സ്നേഹത്തോടെ കേട്ടോ ഒരു പൊതിച്ചോറ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു സ്നേഹത്തോടെ നമ്മുടെ ഒരു അമ്മ അല്ലെങ്കിൽ സഹോദരൻ കഴിക്കേണ്ടതാണോ എന്നൊരു സ്നേഹത്തോടെ നമ്മൾ ആ പൊതിച്ചോറ് കിട്ടുന്നതും ഒരുക്കുന്നതും ഒക്കെ. നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട്, ഇത് അവർക്ക് പോരാ, അവർക്ക് കഴിക്കുമ്പോൾ തികയത്തില്ല എന്ന്. കാരണം നമുക്കൊന്നും ഒരുപാട് കറിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. എങ്കിലും സ്നേഹത്തോടെ ഒരു പിടിച്ചോറ്. രസം ഉണ്ടായിരുന്നു. രസം പൊതിഞ്ഞ് വെക്കാൻ പറ്റാത്തത് കൊണ്ട് രസം അങ്ങനെ വെച്ചു. രസം കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ.